പരിശുദ്ധനാകുന്ന ദൈവമേ, ഈ വചനത്തിലെ ആഴങ്ങളെ അറിവാൻ അപ്പാ ഞങ്ങളെ സഹായിക്കണേ. ഈ വചനം ഞങ്ങൾ കേട്ട് ഞങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കുന്നവരായിട്ടല്ല അപ്പച്ച, അത് ഞങ്ങളുടെ അപ്പച്ച പ്രായോഗിക ജീവിതത്തിൽ അപ്പ, ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ അപ്പ അത് പ്രവൃത്തി കൊണ്ടുവരുവാൻ തക്കവണ്ണം കർത്താവെ, ഞങ്ങളിലൂടെ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുവാൻ ഇടയാകേണ്ടതിനായിട്ട് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ വചനത്തിലെ കർത്താവെ സ്തോത്രം, അത്ഭുതങ്ങളെ കാണുവാൻ അപ്പം ഞങ്ങളുടെ അകക്കണ്ണുകളെ ഒന്ന് തുറക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. അപ്പൊ റോമർക്ക് എഴുതിയ ലേഖനം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിന്തിച്ചത് ഇത് ആരെഴുതി? പൗലോസ് അപ്പസ്തോലനാണ് റോമർക്ക് എഴുതിയ ലേഖനം എഴുതിയതെന്നും അപ്പസ്തോലൻ തൻ്റെ 3-ാം മിഷണറി യാത്രയുടെ ഒരു അവസാന കാലഘട്ടത്തിൽ ഒരു 3 മാസത്തോളം താൻ കൊരിന്തിലായിരുന്നു. അവിടെ വെച്ച് എത്രയോ ആളുകളുണ്ടല്ലേ, വിശ്വാസികൾ. ഇവരുടെ എല്ലാവരുടെയും വിശ്വാസം കണ്ടിട്ട് നമ്മളും കർത്താവിന് യേശുക്രിസ്തു മുഖാന്തരം സ്തോത്രം കഴിക്കുവാനല്ലേ ദൈവം ആഗ്രഹിക്കുന്നേ. ഒരുപാട് പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നവർ നമ്മളുടെ കൂട്ടത്തിലുണ്ട്. അവര് പിടിച്ചു നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ വിശ്വാസം കണ്ടിട്ട് നമ്മൾ തീർച്ചയായിട്ടും എങ്ങനെയായിരിക്കണം? യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് നമ്മള് സ്തോത്രം കരകയറ്റുന്നവരായി തീരാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇനി അങ്ങോട്ട് താഴെ വരുമ്പോൾ കാണാം, ഞാൻ ഇടവിടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവേശത്താൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടതിന് എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു എന്നുള്ളതിന് അവൻ്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. പിന്നെ രണ്ടാമത്തെ കാര്യം പൗലോസ് അപ്പോസ്തലൻ പറയുന്നേ, എനിക്ക് നിങ്ങളെ വന്നൊന്ന് കാണണം. റോമിലെ പൗലോസാൽ സ്ഥാപിക്കപ്പെട്ട ഒരു സഭയല്ല. ഈ ലെറ്റർ എഴുതുന്നവരെ പൗലോസ് അപ്പസ്തോലൻ ഈ സഭയെ സന്ദർശിച്ചിട്ടില്ല. പക്ഷെ അപ്പസ്തോലൻ പറയുവാണ്, എനിക്ക് നിങ്ങളെ വന്നൊന്ന് കാണുവാൻ ആഗ്രഹമുണ്ട്. അതിൻ്റെ ഒരു ആഗ്രഹമാണ്. അതിന് അപ്പസ്തോലൻ എന്തുവാ ചെയ്യുന്നേ? ഇടവിടാതെ ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കർത്താവെ, നിന്റെ ഹിതമാണെങ്കിൽ എന്നെ ആ റോമിലേക്കൊന്ന് അയക്കണമേ എന്നാണ് അപ്പസ്തോലന്റെ ആഗ്രഹം. എന്നാൽ ഇന്ന് അശ്വതി ആന്റി ആ ഭാഗം പറഞ്ഞു മോർണിംഗ് പ്രയറിൽ. അതായത് റോമിൽ പൗലോസ് പോയോ? തീർച്ചയായിട്ടും പോയി മക്കളെ. അതായത് ഒരു പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി ഉണ്ടെന്നുള്ളതിന് അത് എത്ര നിശ്ചയമാ. പൗലോസ് ഇടവിടാതെ ആ റോമിലെ സഭയിലെ വിശ്വാസികളെ കാണുവാൻ ആഗ്രഹിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ അപ്പസ്തോലനെ തീർച്ചയായിട്ടും ദൈവം അയക്കുക തന്നെ ചെയ്തു. അപ്പസ്തോലന്റെ ലാസ്റ്റ്, അതായത് നിമിഷങ്ങളെല്ലാം എവിടെ ആയിരുന്നു? റോമിലായിരുന്നു. റോമിൽ ഒരു ബന്ധനസ്ഥനായിട്ടാ പൗലോസ് പോകുന്നത്. അവിടെ വെച്ചാണ് അപ്പസ്തോലൻ മരിക്കുവാനായിട്ട്, തൻ്റെ നിര്യാണ കാലം അടുത്തിരിക്കുന്നു, പാനീയാഗമായി ഞാൻ ഒഴിക്കപ്പെടുവാൻ പോകുന്നു എന്നൊക്കെ പറയുന്നത് ആ റോമിൽ വെച്ച് തന്നെ ആയിരുന്നു. മനസ്സിലായോ? ഇനി അത് കഴിഞ്ഞ് അങ്ങോട്ട് വരുമ്പോ നമുക്ക് കാണാം, എന്തിനാ ഈ പൗലോസ് അപ്പസ്തോലൻ ആ സഭയെ കാണണം, ആ സഭയിലുള്ള വിശ്വാസികളെ കാണണമെന്ന് ആഗ്രഹിച്ചത് എന്നുള്ളതിന് പൗലോസ് അതിന് കുറച്ച് കാര്യങ്ങൾ പറയുക. അതാണ് നമ്മൾ 11-ാം വേഴ്സിൽ കാണുന്നത്. നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി ആത്മീക വരം വല്ലതും നിങ്ങൾക്ക് നൽകേണ്ടതിന്. ഒന്നാമത്തെ കാര്യം അപ്പസ്തോലൻ പറയുന്നത്, എനിക്ക് ഈ സഭയെ ഒന്ന് കാണണമെന്ന്, നിങ്ങളെ കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിനായിട്ട് ഞാൻ ദൈവത്തിനോട് ഇടവിടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആദ്യം തന്നെ പറയുന്നു, ഞാൻ നിങ്ങളുടെ വിശ്വാസം കണ്ടിട്ട് നിങ്ങളെ ഓർത്ത് യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് സ്തോത്രം കരകയറ്റുന്നു. രണ്ടാമത് അപ്പസ്തോലൻ പറയുവാണ്, എനിക്ക് നിങ്ങളെ ഒന്ന് വന്ന് കാണണം. അതിന് ഞാൻ ഇടവിടാതെ പ്രാർത്ഥിക്കുക. അത് എന്തിനാന്ന് പൗലോസ് അപ്പസ്തോലൻ ഇവിടെ പറയുന്നേ? ഒന്നാമത്തെ കാര്യം പറയുന്നത്, നിങ്ങളുടെ സ്ഥിരീകരണത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ആത്മവരം, അതായത് സ്പിരിച്വൽ ഗിഫ്റ്റ് നിങ്ങൾക്ക് നൽകേണ്ടതിന്. ഒന്നാമത്തെ കാര്യം എന്തുവാ ഈ സ്ഥിരീകരണം? അവരെല്ലാം രക്ഷിക്കപ്പെട്ട് വിശ്വാസത്തിൽ വന്ന ദൈവ പൈതങ്ങളാണ് സഭയിലുള്ളത്, ഇല്ലെങ്കിൽ ദൈവ മക്കളാണ് സഭയിലുള്ളവര്. അവരെ സ്ഥിരപ്പെടുത്തേണ്ടതിന്
സ്ഥിരപ്പെടുത്തേണ്ടതിനായിട്ട്. അതാണ് ഈ സ്ഥിരീകരണം എന്ന് ഉദ്ദേശിക്കുന്നത്. 1-ാം നൂറ്റാണ്ടിലെ സഭ ഒരുപാട് പ്രതിസന്ധിയിലൂടെയും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത പ്രയാസത്തിലൂടെയും കടന്നുപോയ സഭയാണ്. അപ്പൊ അവരോട് പറയാം, നിങ്ങളെ കാണാൻ എനിക്കുള്ള ആഗ്രഹം എന്തിനാന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ സ്ഥിരീകരണത്തിന് വേണ്ടി, നിങ്ങളെ വിശ്വാസത്താൽ ഒന്ന് സ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ആത്മീക വരം വല്ലതും നിങ്ങൾക്ക് നൽകണം. അപ്പസ്തോലന്റെ കാര്യം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, തിമത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു. അപ്പസ്തോലൻ തന്നെ തിമത്തിയോസിനോട് പറയുന്നുണ്ട്, എന്റെ കൈവെപ്പിനാൽ നിനക്ക് ലഭിച്ച ആ കൃപാവരത്തെയൊക്കെ ഒന്ന് നീ ജ്വലിപ്പിക്കണം. അപ്പൊ അപ്പസ്തോലൻ പോകുമ്പോ തീർച്ചയായിട്ടും എന്തുവാ, അപ്പസ്തോലനിലൂടെ ഒരു ഇമ്പാർട്ടേഷൻ, തീർച്ചയായിട്ടും ദൈവത്തിന്റെ കൃപാവരം ജ്വലിക്കുവാനായിട്ട് ഇടയായിത്തീരും. കൃപാവരത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊതു ശുശ്രൂഷയ്ക്കും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ സഭയിൽ തന്നെ ആത്മീക വർധന വരുത്തുന്നതിനും അത് പ്രയോജനപ്പെടുന്നതാണ്. ദൈവം തന്നെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, അതായത് സ്വർലോകത്തിന്റെ മർമ്മങ്ങളെ അറിവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ പറയുന്നുണ്ട്, അതായത് കഷ്ടം സഹിപ്പാൻ അതൊരു വരമാണ്, വരം ലഭിച്ചിരിക്കുക. അപ്പോൾ പൗലോസ് അപ്പസ്തോലൻ ഇവിടെ പറയുന്നത്, എനിക്കൊറ്റ ആഗ്രഹമേ ഉള്ളൂ, നിങ്ങളെ കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ സ്ഥിരീകരണത്തിന്, നിങ്ങളെ ഒന്ന് ആ വിശ്വാസത്തിൽ ഒന്ന് സ്ഥിരപ്പെടുത്തുന്നതിന് എനിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ആത്മവരങ്ങൾ നൽകണം. അതാണ് പൗലോസിന്റെ ഒന്നാമത്തെ ആഗ്രഹം. ഇനി രണ്ടാമത്തെ ആഗ്രഹം അവിടെ പറയുന്നുണ്ട്, അതായത് നിങ്ങൾക്കും എനിക്കും ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്താൽ നിങ്ങളോട് കൂടെ എനിക്കും ആശ്വാസം ലഭിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്നു. രണ്ടാമത്തെ കാര്യം അപ്പസ്തോലൻ പറയുന്നത്, അപ്പസ്തോലൻ വന്ന് ഇവരുമായിട്ട് കാണുമ്പോൾ ഒരു കൂട്ടായ്മ അല്ലെ, ആ കൂട്ടായ്മയിൽ പങ്കെടുക്കുമ്പോൾ പൗലോസ് അപ്പസ്തോലൻ പറയുന്ന, എന്റെ പ്രസൻസ് നിങ്ങൾക്കൊരാശ്വാസമായി തീരും. അതുമാത്രമല്ല, അപ്പസ്തോലൻ ആഗ്രഹിക്കുന്ന അവരുടെ പ്രസൻസും അപ്പസ്തോലൻ എന്ത് കൊടുക്കും, ഒരാശ്വാസമായിട്ട്, ഇല്ലെങ്കിൽ ഒരു എൻകറേജ്മെന്റിന് കാരണമായി തീരും. നമ്മൾ ഇപ്പോൾ തന്നെ കൂടിയിരിക്കുന്ന നമ്മളുടെ ദീപ്തിയും ശുഭസ്ട്രും ഒക്കെ വിമൻ മിനിസ്ട്രി ആയിട്ടൊക്കെ ഒരുപാട് മീറ്റിംഗ്, അശ്വതി ആന്റി ഒക്കെ മെസ്സേജ് എടുക്കുകയൊക്കെ ചെയ്യുന്ന എന്തിനാ? ഇതിലൂടെ പല ദൈവത്തിന്റെ ആലോചനകളും അറിയിക്കുന്ന ദൈവദാസിമാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എന്തിനാ ഈ കൂട്ടായ്മ വെച്ചേക്കുന്നേ? ഇതെല്ലാം നമ്മളുടെ ഒരു ആശ്വാസത്തിനാ. ഈ കൂട്ടായ്മ വഴി നമുക്കൊരു ആശ്വാസം ലഭിക്കും. നമ്മളെ അത് സ്പിരിച്വലി ഗ്രോ ചെയ്യുവാനായിട്ട് ഇടയാക്കി തീർക്കും അല്ലേ? അതിനുവേണ്ടി ഇതൊക്കെ വെച്ചേക്കുന്ന. അപ്പൊ അപ്പസ്തോലൻ പറയുന്നത്, നിങ്ങളുടെ സ്ഥിരീകരണത്തിന് വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ആത്മവരം എനിക്ക് നൽകണം. ഇല്ലെങ്കിൽ രണ്ടാമത് പറയുന്നേ, ഇനി ഞാൻ നിങ്ങളെ വന്ന് കാണുമ്പോൾ ആ കൂട്ടായ്മയുണ്ടല്ലോ, അതുവഴി നിങ്ങൾക്കും ഒരു ആശ്വാസം കിട്ടും, എനിക്കും അതൊരാശ്വാസമായിട്ട് തീരും. മനസ്സിലായോ? ഇനി മൂന്നാമത്തെ ഭാഗം പൗലോസ് വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് അവിടെ. എന്നാൽ സഹോദരന്മാരെ, 13 എന്നാൽ സഹോദരന്മാരെ, എനിക്ക് ശേഷം ജാതികളിൽ എന്ന പോലെ നിങ്ങളിലും വല്ല ഫലവും ഉണ്ടാകേണ്ടതിന് നിങ്ങളുടെ അടുക്കൽ വരുവാൻ പലപ്പോഴും ഭാവിച്ചു, എങ്കിലും ഇതുവരെ മുടക്കം വന്നു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ കൂട്ടായ്മയിൽ മാത്രമല്ല പൗലോസ്, അങ്ങനെ മാത്രം ഒതുങ്ങാനല്ല പൗലോസ് ആഗ്രഹിച്ചേ. പൗലോസ് അവിടെ ആഗ്രഹിച്ചേ, നിങ്ങളെ വന്ന് കാണുമ്പോൾ ജാതികളിൽ എന്ന പോലെ നിങ്ങളിലും എന്തോ ഉണ്ടാകണം, നിങ്ങളും ഫ്രൂട്ട്ഫുൾ ആയിരിക്കണം. അതാ പൗലോസ് ആഗ്രഹിച്ചേ. നമ്മൾ പറയും നമ്മൾ വിശ്വാസികളാണ്, നമ്മൾ ദൈവത്തിന്റെ മക്കളാ. എങ്ങനെ ഒരു വൃക്ഷത്തെ തിരിച്ചറിയുന്നേ? നമ്മൾ ക്രിസ്തുവിൽ ഉള്ളതാണോ എന്ന് അറിയണമെങ്കിൽ നമ്മളുടെ ഫലം, കർത്താവിന് യോഗ്യമായ ഫലമുള്ളവരായിട്ട് നമ്മൾ പുറത്തു വരുവാനായിട്ട് ഇടയായി തീരണം, ഇല്ലേ? അതാണ് പൗലോസും ആഗ്രഹിക്കുന്നത്. സ്ഥിരപ്പെടുത്തുന്നതിനോടൊപ്പം കൂട്ടായ്മയിൽ അവർക്ക് ആശ്വാസവും കൊടുത്ത്, പിന്നെ ഈ സ്പിരിച്വൽ ഗിഫ്റ്റ് ഒക്കെ അവർക്ക് ഇമ്പാർട്ടേഷൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവരെ ആ ഒരു സ്പിരിച്വൽ
ഫ്രൂട്ട്ഫുൾനെസ്സിലേക്ക് അവരെ കൊണ്ടുവരിക എന്നാണ് അപ്പസ്തോലൻ ഇവിടെ ആ സഭയെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അവരെ ഫ്രൂട്ട്ഫുൾ ആക്കുക, അവരെ ദൈവത്തിന് പ്രയോജനമാകുന്ന ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരാക്കി അവരെ മാറ്റി തീർക്കുക എന്നതാണ് അപ്പസ്തോലൻ ഇവിടെ ആ സഭയെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. മനസ്സിലായോ? ഇനി അത് കഴിഞ്ഞ് താഴേക്ക് വരുമ്പോ പറയുവാണ്, ഇതിനു വേണ്ടി പലപ്പോഴും പൗലോസ് ഭാവിച്ചു എങ്കിലും ഇതുവരെ മുടക്കം വന്നെന്നാ പറയുന്നേ. റോമിൽ വരാൻ ആഗ്രഹിച്ചു, പക്ഷെ മുടക്കം വന്നു. മുടക്കം വന്നതിന് പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകം അതിൽ പറയുന്നുണ്ട്, റോമാ നഗരം വിട്ടുപോകണമെന്നൊരു കൽപ്പന ആ സമയത്ത് വന്നു യഹൂദന്മാര്. അതുകൊണ്ടായിരിക്കാം പൗലോസിന് റോമിൽ പോകാൻ ഒരു തടസ്സം നേരിട്ടിരുന്നെന്ന് പറയുന്നുണ്ട് ആ ഭാഗത്ത്. പിന്നെ രണ്ടാമതായിട്ട് നമുക്ക് ഇങ്ങനെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു, പൗലോസ് യെരുശലേമിൽ പോയി അവിടെ ആയിരിക്കുമ്പോഴാണ് ബന്ധനസ്ഥനാകുന്നത്, അല്ല പിടിക്കപ്പെടുന്നത്. എന്നിട്ട് ബന്ധനസ്ഥനായിട്ടാണ് എങ്ങോട്ട് പോകുന്നത്? റോമിലേക്ക് പോകുന്നത്. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ശുശ്രൂഷകളുണ്ടല്ലോ അപ്പസ്തോലൻ തികച്ചെടുക്കണം. ദൈവം ആഗ്രഹിക്കുന്ന ശുശ്രൂഷ തന്നെ കൊണ്ട് നിർവഹിപ്പിക്കണം. അപ്പൊ അതിനു വേണ്ടി ഒരു പരിധി വരെ ദൈവം തന്നെ ആ ആഗ്രഹം ആ ഒരു കുറച്ച് സമയത്തേക്കൊന്ന് മാറ്റി വെച്ചതായിട്ട് നമുക്കിതിൽ കണക്കാക്കപ്പെടുവാനായിട്ട് കഴിയും. അതിൻ്റെ അർത്ഥം അപ്പസ്തോലൻ പോയെന്നല്ല, തീർച്ചയായിട്ടും തൻ്റെ ആഗ്രഹത്തെ ദൈവം മാനിച്ചു. അവിടെ പോവുകയും ആ സഭയെ കാണുകയും വിശ്വാസികളുമായിട്ട് അതായത് കൂടി വരികയും ആ കൂട്ടായ്മ അപ്പസ്തോലന് ഒരുപാട് ആശ്വാസമായി തീരുവാനൊക്കെ ഇടയായി തീർന്നതായിട്ട് അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകവും പിന്നെ ലേഖനം വായിക്കുമ്പോഴൊക്കെ അത് നമുക്ക് മനസ്സിലാകുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞ് അങ്ങോട്ട് പറയുന്നു, 14-ാമത്തെ ഭാഗം, യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകുന്നു. എന്നിട്ട് അപ്പസ്തോലൻ ഇവിടെ പറയുവാണ്, എനിക്കൊരു കടമുണ്ട്. അത് ആർക്കൊക്കെയാ ഞാൻ കടക്കാരനാകുന്നേ? യവനന്മാർക്ക് ഞാൻ കടക്കാരനാണ്, ബർബരന്മാർക്ക് ഞാൻ കടക്കാരനാണ്. ഇവിടെ ഇംഗ്ലീഷിൽ പറയുന്ന ഗ്രീക്സ് ആൻഡ് ബാർബേറിയൻസ് എന്നാ പറയുന്നേ. ഈ അന്നത്തെ കാലത്ത് ഈ ഒരു പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആയിരുന്നു ഗ്രീക്ക് ഭാഷ. അപ്പം ഈ ഗ്രീക്ക് അറിയാവുന്ന എല്ലാരെയും, അങ്ങനാണ് അതായത് വേദ പണ്ഡിതാക്കൾ അതിനെക്കുറിച്ച് അങ്ങനെ പറയുന്നത്. അതായത് ഗ്രീക്ക് അറിയാവുന്ന എല്ലാരെയും ഒരു കൂട്ടമായിട്ട് കണക്കാക്കും. പിന്നെ ഗ്രീക്ക് അറിയാത്തവരെയാണ് പിന്നെ പറയുന്നത് ബാർബേറിയൻസ്. ഇപ്പൊ ഇന്നത്തെ കാലത്ത് നമ്മൾ പറയുമ്പോൾ ഇംഗ്ലീഷ് അറിയാവുന്നവര്, ഇനി ഇംഗ്ലീഷ് അറിയാൻ വയ്യാത്തവര്. അപ്പൊ ലോകത്തെ മൊത്തം 2 ഭാഗമായിട്ട് വിഭാഗിച്ച് ഇംഗ്ലീഷ് അറിയാവുന്നവർ വന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് അറിയാവുന്ന എല്ലാവരും ഒരു ഭാഗത്തേക്ക് നിൽക്കും, ഇംഗ്ലീഷ് അറിയാത്തവരെന്ന് പറയുമ്പോൾ ഒരു ഭാഗത്തേക്ക് വരും. ആണോ? പിന്നെ അത് കഴിഞ്ഞ് പറയുവാണ്, ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും. ഇനി അവരുടെ ഇന്റലക്ച്വൽ ലെവലിൽ പറയുക, ലോകത്തെ 2ആയിട്ട് തിരിച്ച ജ്ഞാനികൾ ഒരു ഭാഗത്ത് നിൽക്കുക, ജ്ഞാനികൾ എന്ന് പറയുമ്പോൾ എല്ലാ ജ്ഞാനമുള്ളവരും ഒരു ഭാഗത്ത്, ബാക്കി ബുദ്ധിഹീനരെന്ന് പറയുമ്പോൾ ബുദ്ധി ഇല്ലാത്ത അല്ലെങ്കിൽ ജ്ഞാനമില്ലാത്ത എല്ലാവരും ഒരു ഭാഗത്ത്. അപ്പൊ അതിൻ്റെ അർത്ഥം അപ്പസ്തോലൻ ഉദ്ദേശിച്ചത്, എല്ലാരോടും, ഈ ലോകത്തിലുള്ള സർവചരാചരത്തോടും എന്തോ സുവിശേഷം അറിയിപ്പാൻ അപ്പസ്തോലൻ കടക്കാരനാന്നാ പറയുന്നേ. അപ്പസ്തോലൻ പറയുന്ന സർവ്വലോകത്തോടും യേശു ക്രിസ്തുവിനെ കുറിച്ച് പറവാൻ ഞാൻ കടപ്പെട്ടിരിക്കുന്നെന്നാ പറയുന്നേ. അതൊരു നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നെന്ന് ലേഖനത്തിൽ അപ്പസ്തോലൻ അവിടെ പറയുന്നുണ്ട്. നമുക്കതൊന്ന് വായിക്കാം. 1 കൊരിന്ത്യ ലേഖനം 9-ാം അധ്യായം അതിന്റെ 16 ആരെങ്കിലും ഒന്ന് എടുത്ത് വായിക്കാവോ? ഞാൻ സുവിശേഷം അറിയിക്കുന്നു എങ്കിൽ എനിക്ക് പ്രശംസിക്കുവാൻ ഒന്നുമില്ല. നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. അപ്പൊ അപ്പസ്തോലൻ പറയാ, സുവിശേഷം അറിയിക്കുവാനുള്ള നിർബന്ധം എൻ്റെ മേൽ കിടക്കുക, ഞാൻ അതിന് കടക്കാരനാ. എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, ഈ കടം എങ്ങനെങ്കിലും ഉണ്ടല്ലോ ഒന്ന് കൊടുത്ത് തീർക്കണം. അതെങ്ങനാ തീർക്കാനൊക്കുന്നേ? സുവിശേഷം അറിയിച്ചേ തീർക്കാനൊക്കത്തുള്ളൂ. എന്നിട്ട് ഇവിടെ അപ്പസ്തോലൻ പറയുവാണ്, അങ്ങനെ
റോമിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിപ്പാൻ എന്നാലാവോളം ഞാൻ ഒരുങ്ങിയിരിക്കുക. സുവിശേഷം അറിയിച്ച് വിശ്വാസത്തിൽ വന്ന സഭയോട് പറയുക, നീ റോമിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിപ്പാൻ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, സുവിശേഷത്തിൽ അവരറിഞ്ഞു, വിശ്വാസത്തിൽ വന്നു, അതിൽ അവരെ വളർത്തിക്കൊണ്ട് കൂടെ വരുവാൻ വേണ്ടി ഞാൻ ആവോളം ഒരുങ്ങിയിരിക്കുവാണെന്നാണ് അപ്പസ്തോലൻ ഇവിടെ പറയുന്നത്. അതിന് മുമ്പിലത്തെ ഭാഗത്ത് നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം അത് ചിന്തിച്ചു. ഞങ്ങൾ അവന്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പസ്തോലത്വവും പ്രാപിച്ചത്. വിശ്വാസത്തിന് അനുസരണം വരുത്തണം. അപ്പൊ പൗലോസ് അപ്പസ്തോലൻ ഇവിടെ പറയുവാണ്, എല്ലാവരോടും, ഇനി റോമിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിപ്പാൻ ഞാൻ എന്നാൽ ആവോളം ഒരുങ്ങിയിരിക്കുക. അത്ര ഒരു ആഗ്രഹം അപ്പസ്തോലനുള്ളതാ. അപ്പസ്തോലൻ തന്നെ പറയുക, ഞാൻ ആ സ്നേഹത്താൽ, ക്രിസ്തുവിന്റെ സ്നേഹത്താൽ കാതു തുളയ്ക്കപ്പെട്ടവനാ. ഇനി എൻ്റെ ജീവിതത്തിൽ ഒരർത്ഥമേ ഉള്ളൂ. എന്തുവാ? എനിക്ക് എൻ്റെ മാസ്റ്ററിനെ എങ്ങനെങ്കിലും ഒന്ന് പ്ലീസ് ചെയ്യണം. എൻ്റെ കർത്താവിൻ്റെ സുവിശേഷവും ഈ സർവ്വജനത്തോടും അറിയിപ്പാൻ ഞാൻ ആവോളം ബന്ധപ്പെട്ടിരിക്കുന്നെന്നാണ് അപ്പസ്തോലൻ റോമിലെ സഭയ്ക്ക് ലെറ്റർ എഴുതുമ്പോൾ അവരോട് തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇനി താഴേക്ക് വരുമ്പോൾ കാണാം, അപ്പസ്തോലൻ പറയുവാണ്, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. നമുക്ക് ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 26 ആരെങ്കിലും ഒന്ന് വായിക്കുവോ? ആരെങ്കിലും ആരെങ്കിലും എന്നെയും എൻ്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രൻ തൻ്റെയും പിതാവിൻ്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ നാണിക്കും. അപ്പൊ ഇവിടെ അപ്പസ്തോലൻ പറയാ, സുവിശേഷത്തെ കുറിച്ച് എനിക്കൊരു ലജ്ജയുമില്ല. ഇനി ഈ സുവിശേഷത്തെ കുറിച്ച് ഒന്നുകൂടെ വ്യക്തതയോടുകൂടെ പറയണമെങ്കിൽ നമുക്ക് 2 തിമത്തിയുടെ പുസ്തകം 2 തിമത്തി 2-ാം അധ്യായം അതിന്റെ 8 ആരെങ്കിലും ഒന്ന് എടുത്ത് വായിക്കാവോ? ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. അപ്പൊ പൗലോസ് പറയാൻ ഉദ്ദേശിച്ച സുവിശേഷം എന്തുവാന്ന് അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് വീണ്ടും. അപ്പോൾ പൗലോസ് പറയുക, ഈ സുവിശേഷം അറിയിപ്പാൻ എനിക്ക് ലജ്ജയില്ല. അത് ആരോടായാലും ഈ സുവിശേഷം അറിയിപ്പാൻ ഞാൻ ലജ്ജിക്കുന്നില്ല. സുവിശേഷത്തിന്റെ പ്രത്യേകത എന്തുവാ അവിടെ പറയുന്നത്? അത് വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. എന്തുകൊണ്ടാ ഈ ആദ്യം യഹൂദനെ കൊണ്ടുവച്ചത്? ദൈവം അബ്രഹാമിനെയാ തെരഞ്ഞെടുത്തേ, അല്ലെ? അബ്രഹാമിലൂടെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടണമെന്നായിരുന്നു ദൈവം ആഗ്രഹിച്ചേ. യഹൂദനിലൂടെ സുവിശേഷം ലോകത്തിൽ അറിയിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചായിരുന്നു. എന്നാൽ യഹൂദൻ ദൈവത്തെ, ഇസ്രായേൽക്കാര് ദൈവത്തെ തള്ളിക്കളയുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ ആ നീർച്ചാലുകൾ, കൃപയുടെ നീർച്ചാലുകൾ ദൈവം എന്തുകൊടുത്തു? ജാതികളിലേക്ക് തുറക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതുകൊണ്ടാണ് യഹൂദനെ അവിടെ ആദ്യം പറയുന്നത്. അപ്പൊ ഇവിടെ അപ്പസ്തോലൻ പറയുന്നേ, വിശ്വസിക്കുന്നവന്, അത് ആദ്യം യഹൂദനായാലും യവനനായാലും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. അവനെ രക്ഷിക്കുവാനായിട്ട് ഈ പറയുന്ന പൗലോസ് പറയുവാൻ ഉദ്ദേശിച്ച സുവിശേഷമുണ്ടല്ലോ, യേശു ക്രിസ്തുവാകുന്ന സുവിശേഷം, രക്ഷയ്ക്കായിട്ട് അപശീതലവ ദൈവശക്തിയായിട്ട് അത് വെളിപ്പെട്ടു വരുവാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെ വെളിപ്പെട്ട് വന്നത് കൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇവിടെ ആയിരിക്കുന്നേ? നമുക്ക് എന്തെങ്കിലും യോഗ്യതയുണ്ടോ?
ഈ സുവിശേഷം, അതായത് കർത്താവിനെ അറിവാൻ ഒരു യോഗ്യത എനിക്ക് ധൈര്യത്തോടുകൂടെ പറയാം. പൗലോസ് അപ്പസ്തോലൻ പറഞ്ഞ പോലെ പാപികളിൽ പാപി എന്ന് എനിക്ക് എന്നെ തന്നെ വിശേഷിപ്പിക്കാം. ഈ സുവിശേഷം പാപിയായ എന്നെയും നമ്മളെ ഓരോരുത്തരെയും തേടി വന്നത് കൊണ്ടാണ്. ആ സുവിശേഷത്തിലൂടെ ദൈവശക്തി നമ്മളിൽ വ്യാപരിച്ച് അത് നമ്മളുടെ രക്ഷയ്ക്കായിട്ട് കാരണമായി തീർന്നതിനായിട്ട് ഇന്ന് ഈ രാത്രി സമയം നമുക്ക് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. ദൈവ അപശീത്തലം ആ കൃപകളെ നമ്മളിലേക്ക് ഒഴുക്കുവാൻ അപ്പനും മനസ്സായതിനായിട്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുക പ്രിയപ്പെട്ടവരെ. പിന്നെ അങ്ങോട്ട് താഴേക്ക് വരുമ്പോൾ അവിടെ പറയുന്നു, ഏതിൽ സുവിശേഷത്തിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. അത് പല ട്രാൻസ്ലേഷൻ ഇങ്ങനെ മാറി മാറി ഞാൻ ഇംഗ്ലീഷ് നോക്കി ഇച്ചിരി അതൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ. ഏതിൽ സുവിശേഷത്തിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെട്ടു വരുന്നു എന്ന് പറയുമ്പോൾ ഒറ്റ കാര്യമേ ഉള്ളൂ. വിശ്വാസത്തിലാണോ തുടങ്ങിയത്, അത് വിശ്വാസത്തിലായിരിക്കണം അവസാനിക്കേണ്ടത്. ഒന്നുകൂടി അതൊന്ന് ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നീതിമാനായി തീരുന്നത് എങ്ങനാ? ദൈവം എങ്ങനെ ഒരാളെ നീതീകരിക്കുന്നത്? വിശ്വാസത്തിലാ. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ ദൈവം ഒരുവനെ നീതീകരിക്കും. അങ്ങനെ നീതിമാനായി തീരുന്ന വ്യക്തി അവൻ ജീവിക്കുന്നതും വിശ്വാസത്തിലാണ്. അതാണ് ആ വാക്കിൽ എനിക്ക് മനസ്സിലായ ഒരു ചെറിയൊരർത്ഥം. അതായത് സ്റ്റാർട്ട് ചെയ്യുന്ന എവിടാ? വിശ്വാസത്തിലാ. എൻഡും എവിടായിരിക്കണം? വിശ്വാസത്തിലായിരിക്കണം. എന്നിട്ട് ഈ റോമാലേഖനത്തിൽ ഒരു ജനറൽ തീമാണ് അടുത്തത്. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പോൾ ദൈവത്തിന്റെ നീതിമാൻ ആരാ? ദൈവം നീതീകരിച്ചവനാ ദൈവത്തിന്റെ നീതിമാൻ. അവൻ എങ്ങനാ ജീവിക്കുന്നത്? വിശ്വാസത്താലാ ജീവിക്കുന്നത്. ഞാൻ ഈ ഒരു ലേഖനം പഠിച്ച സമയത്ത് ഒരു ദേവദാസന്റെ മെസ്സേജ് കേട്ടപ്പോ അതിലുണ്ട്, അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാം. റിക് വാരൻ എന്ന് പറഞ്ഞ ഒരു ദൈവദാസൻ, അദ്ദേഹത്തിന്റെ ഒരു ബുക്കിൽ തന്റെ പിതാവിനെ കുറിച്ച് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞ കാര്യമാണ് പറയുന്നത്. ആ പിതാവ് മരണക്കിടക്കയിലായിരിക്കുക. അപ്പം അതായത് ഓർമ്മശക്തിയൊക്കെ പോയി, ചിലപ്പോ ഒന്ന് ആ ഒരു കോൺഷ്യസ് ലെവലിലേക്ക് വരും, പിന്നെ കുറച്ചു നേരത്തേക്ക് ആ ഓർമ്മശക്തി പോവും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഓർമ്മ മടങ്ങി വരുമ്പോ ആ പിതാവ് എഴുന്നേറ്റ് പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, വൺ മോർ സോൾ. അപ്പൊ അതായത് ആ സുവിശേഷം അറിയിപ്പാനുള്ള ആ വ്യക്തിയുടെ ഒരു തീഷ്ണത. ഇവിടെ ദീപ്തി ഇരിപ്പുണ്ട്. ദീപ്തി പറഞ്ഞ ഒരു അനുഭവം ഞാൻ ചോദിച്ചില്ല, എങ്കിലും ഞാനൊന്ന് ഷെയർ ചെയ്യുക. അവള് പണ്ട് പറഞ്ഞ ഒരു അനുഭവമാണ്. അവള് ബസ്സിൽ യാത്ര ചെയ്യുമായിരുന്നു. അപ്പൊ അവള് കുറെ നാള് കർത്താവിനോട് പ്രാർത്ഥിച്ചു, ദൈവമേ നിന്റെ ഹൃദയം ഒന്ന് എനിക്കൊന്ന് അറിയണം. അപ്പോഴൊന്നും ദൈവം ഹൃദയം അവൾക്ക് പകർന്നു കൊടുത്തില്ല. എനിക്ക് നിന്റെ ഹൃദയം ഒന്ന് അറിയണം. ഒരു ദിവസം അവൾ ബസ്സിൽ ബാംഗ്ലൂർ യാത്ര ചെയ്ത സമയത്ത് പെട്ടെന്നൊരു നിമിഷം പോലെ ദൈവത്തിന്റെ ഹൃദയം, ആ ഒരു പകർച്ച, എന്തുവാ അത് പറയുന്നത്, അവള് തന്നെ നമ്മളുടെയൊക്കെ അത് പിന്നെ പറയും, അതൊന്ന് മനസ്സിലാക്കി എടുക്കുവാൻ ദൈവം അവളെ സഹായിച്ചു. അവള് പറഞ്ഞു ഇത്രയേ ഉള്ളൂ, അതൊന്ന് അറിഞ്ഞപ്പം ഞാൻ ചാടി എഴുന്നേറ്റു, വാവിട്ട് കരയാൻ തുടങ്ങി. എന്റെ ചുറ്റുമുള്ളവർ നിൽക്കുന്നത് കണ്ടപ്പോ അവക്ക് തോന്നിയ ഫീലിങ്, അയ്യോ അവര് നശിച്ചു പോവാന്നല്ലോ, നരകത്തിലേക്ക് പൊക്കോണ്ടിരിക്കുവാന്നല്ലോ. അവൾ ഇപ്പോഴും പറഞ്ഞു, എന്റെ മനസ്സിൽ കിടപ്പുണ്ട്, ഒരു പൂവുമായിട്ട് പോവാ. അവരെ കണ്ടപ്പോ തോന്നിയത്, ദൈവമേ അവര് നാളെ മരിച്ച നരകത്തിലേക്ക് പോവാ അവര്, ഇല്ലെങ്കിൽ ഈ നിമിഷം മരിച്ച അവര് നരകത്തിലേക്കാ. അപ്പൊ ദൈവം ആഗ്രഹിക്കുന്നത് ഓരോ വ്യക്തി ജീവിതവും ദൈവത്തെ അറിയണമെന്നാ. ദൈവത്തിന്റെ സൃഷ്ടിയാ മനുഷ്യൻ. ഓരോരുത്തരും ദൈവത്തെ അറിയണമെന്നാ ദൈവം ആഗ്രഹിക്കുന്നേ. ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവത്തിന്റെ പ്ലാൻ ആയിരുന്നു സുവിശേഷം. അത് ഒരു മനുഷ്യനാൽ നിർമ്മിക്കപ്പെട്ടതല്ല, ദൈവത്തിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത. ദൈവം തന്റെ പുത്രനെ പ്രവാചകന്മാർ മുഖാന്തരം ഈ ഭൂമിയിലേക്ക് അയക്കുന്നതിന് മുമ്പമേ തന്നെ
ദൈവത്തിന്റെ പ്ലാനിലുള്ളതായിരുന്നു സ്വന്തം പുത്രനിലൂടെ സകല മാനവരാശിയെയും വീണ്ടെടുക്കണമെന്നുള്ളത്. അപ്പോൾ ദീപ്തി അത് പറഞ്ഞത് എന്നെ വളരെ സ്പർശിച്ചത്. ദൈവം എത്ര ആഗ്രഹിക്കുന്നു സുവിശേഷം പറഞ്ഞില്ലെങ്കിൽ അവരെങ്ങനാ കേൾക്കുന്നത്? ആ വ്യക്തി നരകത്തിലേക്ക് പോവാന്ന് അവക്ക് മനസ്സിലായി. പക്ഷേ പ്രിയപ്പെട്ടവരെ, സുവിശേഷം ഒരാളോട് പറഞ്ഞില്ല, നമ്മൾ അതിന് പറയാൻ ലജ്ജിച്ച് നിൽക്കുകയാണെങ്കിൽ എങ്ങനാ മറ്റുള്ളവരത് മനസ്സിലാക്കുന്നത്? ഇതറിയണ്ടേ? അതിനായിട്ട് വിളിക്കപ്പെട്ടത് അപ്പസ്തോലനെ മാത്രമല്ല ദൈവം വിളിച്ചത്, നമ്മളെയും. ചിലപ്പോൾ നമ്മളുടെ ജോലി സ്ഥലത്ത്, ഇല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന ചുറ്റുപാടുകളിൽ, ഇല്ലെങ്കിൽ നമ്മള് പോകുന്ന സ്ഥലത്തോ, ഇല്ലെങ്കിൽ ബസ് യാത്ര ചെയ്യുന്നിടത്തോ ഈ സുവിശേഷം അറിയിപ്പാനുണ്ടല്ലോ, ഈ ദൈവത്തെ കുറിച്ച് പറവാൻ നമ്മളെയും ദൈവം വിളിക്കുക. അപ്പസ്തോലനെ പോലെ നമ്മളെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നേ ഒരാളോടെങ്കിലും ദൈവത്തെ കുറിച്ച് പറവാനാ. റിഗ്വാറിന്റെ അച്ഛൻ ആ ഓർമ്മശക്തി നഷ്ടപ്പെട്ട വ്യക്തി ആ ഓർമ്മയിലേക്ക് മടങ്ങി വന്നപ്പോ ആ വ്യക്തി പറഞ്ഞേ, വൺ മോർ സോൾ. അപ്പൊ ആ വ്യക്തി ആഗ്രഹിച്ച ഒരാളും കൂടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം അതാ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നേ. ഈ ദിവസങ്ങളിൽ ദൈവത്തെ കുറിച്ച് ലജ്ജ കൂടെ ദൈവം പറയുന്നേ, അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ ലജ്ജിക്കുന്നില്ലെന്നാ പറയുന്നേ. അപ്പൊ നമ്മൾ ലജ്ജിച്ചാൽ ദൈവം ലജ്ജിക്കും നമ്മളെ കുറിച്ച്. അപ്പൊ നമ്മളിൽ ഈ ദൈവത്തെ കുറിച്ച് മറ്റുള്ളവരോട് പ്രസന്റ് ചെയ്യുവാൻ നമ്മൾ ലജ്ജിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മളുടെ പേരുണ്ടല്ലോ, ദൈവസന്നിധി, പിതാവിന്റെ സന്നിധിയിൽ ദൂതന്മാരുടെ മുമ്പാകെ നമ്മളെ കുറിച്ച് അവിടുന്ന് ഏറ്റു പറവാനായിട്ട് ഇടയായി തീരും. ഈ ദിവസങ്ങളിൽ നമുക്ക് ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങൾക്ക് ആളുകളെ കാണിച്ചു തരണേ. നമുക്ക് കഴിവില്ല എന്നൊക്കെ തോന്നിയാലും നമ്മളുടെ കഴിവല്ലല്ലോ. അവിടെ പറയുന്ന രക്ഷയ്ക്കായിട്ട് ദൈവശക്തിയാകുന്നു. രക്ഷയ്ക്കായിട്ട് ദൈവത്തിന്റെ ശക്തി വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിപ്പാനായിട്ട് ഇടയായിത്തീരും. അതിൻ്റെ അർത്ഥം പറവാനൊരു വാ വേണം. അതിനായിട്ട് നമ്മളെ ഈ ലോകത്ത് ദൈവം ആക്കി വെച്ചേക്കുവാണ്. ഈ ദിവസങ്ങളിൽ വളരെ ആത്മാർത്ഥതയോടെ ദൈവമേ, ഈ സുവിശേഷം അറിയിപ്പാനുള്ള ഒരു കൃപ, ഒരു ഉത്തരവാദിത്തം, ലജ്ജ കൂടാതെ അത് പറവാനുള്ള, പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഞാൻ ഒരുങ്ങിയിരിക്കുവാന്നാ പറയുന്നത്. ആ ഒരു ഒരുക്കം ഈ നമ്മള് ആർമർ ഓഫ് ഗോഡ് പറയുമ്പോൾ അതീ പറയുന്ന എന്തുവാ? സത്യസുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം എൻ്റെ പാതയ്ക്ക് ചെരുപ്പ, അല്ലേ? ആ ചെരുപ്പ് അത്ര ഇമ്പോർട്ടൻ്റ്. അപ്പൊ ഈ സുവിശേഷം അറിയിപ്പാൻ നമ്മൾ ചിന്തിക്കുക, ഈ സുവിശേഷം ഇതുവരെ നമ്മൾ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞില്ലെങ്കിൽ ഇനി അതിനുള്ള ഒരുക്കം, അതിനായിട്ട് നമുക്ക് ദൈവത്തിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഞാനും എന്നോടുമുള്ള ക്വസ്റ്റ്യൻ കേട്ടോ. ഇതിൽ ഞാനും ഒഴിവ് കഴിവുള്ളവളല്ല. എനിക്കും ഇത് ബാധകമാണ്. നിങ്ങളോട് പറയുമെങ്കിലും ഞാൻ എന്നോട് തന്നെ ചോദിക്കുക, ഇതുവരെ ഞാൻ ആരോടെങ്കിലും സുവിശേഷം പറഞ്ഞിട്ടുണ്ടോ? എൻ്റെ കർത്താവിനെ കുറിച്ച് പറവാൻ ഞാൻ ലജ്ജിച്ചിട്ടുണ്ടോ? കർത്താവ് എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് സുവിശേഷം ഭൂമിയുടെ അറ്റത്തോളം ഈ സുവിശേഷം നമ്മൾ പറയണം. കേട്ടിട്ടില്ലാത്തവരെ നമ്മൾ അറിയിക്കണം. അവർക്ക് വേണ്ടി നമ്മൾ ഇരുന്ന് പ്രാർത്ഥിക്കണം. ദൈവം ഈ ദിവസങ്ങളിൽ അനേകരെ നമ്മളുടെ ദൈവസഭയിലേക്ക് ആഡ് ചെയ്യുവാൻ നമ്മളെ ഓരോരുത്തരെ ഉപയോഗിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ഭാഗം ഇന്ന് നിർത്താം. ഇത് ഇൻട്രൊഡക്ഷൻ ആയി